മൂന്ന് പേരെയാണ് കാരണം നമുക്കിത് ഒരു കുടുംബത്തിലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു ദുരന്തമാണ് ഈ കുടുംബത്തിലുണ്ടായത്. 3 പേരെയാണ്, 2 പേരെ നഷ്ടപ്പെട്ടു, ഒരാളെ കാണാതായി. എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് പോലും അറിയാൻ പറ്റാത്ത സ്ഥിതിയിലാണ് നമ്മൾ ചെയ്തത്. അവരെ കാണാതായ ആൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഒരു കാലത്തും നടത്താത്ത രീതിയിലാണ് ആൾ നഷ്ടപ്പെട്ടിട്ടും ഇത്രയും ദിവസമായിട്ട് തിരച്ചിൽ നടത്തുന്നത്. ചില പ്രതികൂലമായ കാലാവസ്ഥയുടെ സമയത്തും മാത്രമാണ് ഇത് നടക്കാറുള്ളത്. അല്ലാതെ എല്ലാ ദിവസങ്ങളും ഡോണിയർ വിമാനം ഉപയോഗിച്ചും ഹെലികോപ്റ്റർ ഉപയോഗിച്ചും ഉള്ള പരമാവധി സ്കൂബ ഡൈവിംഗ് സംവിധാനം ഉപയോഗിച്ചും ഒക്കെ നടത്തുകയാണ്. കാരണം വിഴിഞ്ഞത്തും ഒരാൾ, മുതലപ്പുഴയിലും ഇവിടെയും ഒരാൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഈ 2 സ്ഥലത്തും പരമാവധി എല്ലാ സംവിധാനങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് പരമാവധി നടത്തിയാണ്. പക്ഷേ ഇതുവരെ ഈ 3 പേരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഈ കുടുംബത്തിനുണ്ടായ നഷ്ടം അത് തീർച്ചയായും എല്ലാ രീതിയിലും ഒരു സർക്കാരിന് സാധ്യമായ തരത്തിലെല്ലാം ഈ കുടുംബങ്ങളെ സർക്കാർ സഹായിക്കും. അതിന് നിലവിലുള്ള പല നിയമങ്ങളും ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള തടസ്സങ്ങളെല്ലാം സർക്കാർ അത് നീക്കി അതിൻ്റെ ഒരു കുറവുണ്ടാകാത്ത രീതിയിൽ തീർച്ചയായിട്ടും പരിഹരിക്കും. ചെയ്യാൻ കഴിയാവുന്നത്, ഒരു ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയാവുന്നതിൻ്റെ പരമാവധി സഹായിക്കും, ഈ കുടുംബത്തെ സഹായിക്കും. ഈ മത്സ്യത്തൊഴിലാളി മേഖലയിൽ അടിക്കടി ഇതുപോലെ പല സംഭവങ്ങളും നടക്കുന്നു. ഒരു സ്ഥിരം സംവിധാനം അത് ഏർപ്പെടുത്തും, ഉറപ്പായിട്ടുണ്ടാകും. ഇപ്പോൾ തന്നെ അടിയന്തരമായി ചെയ്യേണ്ട താൽക്കാലികമായ സംവിധാനം ഉണ്ടാക്കും, പെർമനൻ്റ് ആയിട്ടുള്ളൊരു സംവിധാനം ഉണ്ടാക്കും. അതിനൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റീവ് പ്രൊസീജിയർ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മന്ത്രി ശ്രീ അബ്ദുൽ ഗഫൂർ അതുപോലെ ശ്രീ ഷിബു ബേബി ജോണും ആ കാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി അവർ തന്നെ എല്ലാവരുമായിട്ട് ആലോചിച്ച്, മത്സ്യത്തൊഴിലാളികളുമായിട്ട് ആലോചിച്ച് കൂടി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളെ കൂടി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ കൂടി കൂടുതൽ പങ്കാളികളാക്കിക്കൊണ്ട് തെരച്ചിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം, ആധുനികമായ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഈ രംഗത്ത് പരിചയമുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഗൗരവമായി ഗവൺമെൻറ് ആലോചിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ അതിനുള്ളൊരു പ്രത്യേകമായൊരു സംവിധാനം, ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഉണ്ടാക്കും. തീർച്ചയായിട്ടും തുടക്കത്തിൽ തന്നെ ഡേ 1 മുതൽ തന്നെ വെളുപ്പാങ്കാലത്ത് ആദ്യം എത്തിയത് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണാണ്. അപ്പം മുതലുള്ള ആ തെരച്ചിൽ ആരംഭിച്ചതാണ്, പല രീതിയിലുള്ള തെരച്ചിൽ ആരംഭിച്ചതാണ്. നേവിയുടെ ഇത് വരാൻ വേണ്ടിയിട്ടാണ്, കാലാവസ്ഥയുടെ ഇതും കൊണ്ട് മാത്രമാണ് ചിലപ്പോൾ അത് പരിശോധന പൂർത്തിയാക്കാതെ ചിലപ്പോൾ തിരിച്ചു വരേണ്ടി വന്നത്. കാലാവസ്ഥയുടെ പ്രതികൂലമായ അവസ്ഥയിൽ, കാരണം ഈ പോയവർ കൂടി ഈ അപകടത്തിൽപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ, ഈ നെറ്റിൽ കുടുങ്ങിപ്പോകുമോ എന്നുള്ള അവസ്ഥ പോയവർ കൂടി സംഭവിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് അവർ തിരിച്ചു പോന്നിട്ടുള്ളത്. അല്ലാതെ ഒരു ഘട്ടത്തിലും അതിനെ നിസ്സാരമാക്കി കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മുടെ സമീപകാല ചരിത്രത്തിൽ ഒരിടത്തും നടത്താത്ത തരത്തിലുള്ള തെരച്ചിലാണ് ഇത്രയും ദിവസമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നടക്കാത്ത രീതി ഉള്ള നമ്മുടെ കോസ്റ്റൽ പോലീസിന് മതിയായ സംവിധാനങ്ങൾ ഇപ്പോഴും ഇല്ല. നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് കടലിൽ പോകാൻ പറ്റുന്നില്ല. അതിനുള്ള പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റീവ് പ്രൊസീജിയർ ഉണ്ടാക്കുമ്പോൾ കോസ്റ്റ് ഗാർഡിനെ സംബന്ധിച്ച്, കോസ്റ്റൽ പോലീസിനെ സംബന്ധിച്ച് കുറേ കൂടി എക്യുപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതാണ് ഞാൻ പറഞ്ഞത്, പ്രാദേശികമായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകളെ, പരിചയസമ്പന്നരായ ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സംവിധാനത്തെക്കുറിച്ചാണ് ഗവൺമെൻറ് ഗൗരവതരമായിട്ടും ആലോചിക്കുന്നത്. അവർക്ക് വേണ്ട അടിയന്തരമായ മറ്റ് കാര്യങ്ങൾ കൂടി എത്രയും പെട്ടെന്ന് ഏർപ്പെടുത്തും. ഞാൻ ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റീവ് പ്രൊസീജിയർ എന്ന് പറഞ്ഞത് എല്ലാം വരും. കോസ്റ്റൽ പോലീസ് വരും, കോസ്റ്റ് ഗാർഡിൻ്റെ കാര്യം വരും, അതിൻ്റെ കോർഡിനേഷൻ വരും. ഒരു വിവരം കിട്ടിയാൽ അടുത്ത മിനിറ്റ് മുതൽ എന്ത് ചെയ്യണം, ജില്ലാ അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്യും, കോസ്റ്റൽ പോലീസ് എന്ത് ചെയ്യും, നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത് ആരെല്ലാമാണ്, ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം എന്താണ്, പരമാവധി ഒരു ജനകീയ പങ്കാളിത്തത്തോടു കൂടി തന്നെ തെരച്ചിൽ നടത്താൻ വേണ്ടിയിട്ട് എല്ലാ ആധുനികമായ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടും, പക്ഷേ പ്രാചീനമായ അറിവുകൾ ഈ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പഴയ കാലത്തുള്ള അറിവുകൾ കൂടി പ്രധാനപ്പെട്ട, അതിനെ രണ്ടും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം തീർച്ചയായിട്ടും. അറിയാത്ത കുറേയേറെ ഉദ്യോഗസ്ഥർ കോസ്റ്റൽ പോലീസിലുണ്ട്. അത് അവരുടെ പ്രശ്നമല്ല. പക്ഷേ നമ്മൾ ഈ സംവിധാനം വഴി തിരഞ്ഞെടുക്കപ്പെട്ട് PSC വഴി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അറിയാലോ, വർഷങ്ങളായിട്ടുള്ള ഒരു സംവിധാനം. ഞാൻ അതുകൊണ്ടാണ് പ്രാചീനമായ അറിവിനെ കൂടി അതുമായിട്ട് സംയോജിപ്പിച്ച് മത്സ്യത്തൊഴിലാളികളുടെ ഒരു പങ്കാളിത്തം കൂടി അതിലുണ്ടാകുന്ന രീതിയിൽ ഞങ്ങളതിനെ പരിഷ്കരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. താങ്കൾ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു പരാതിയായി ഇതിനു മുൻപ് ഉയർന്നു വന്നിട്ടുള്ള ഒരു വിഷയമാണ്.
അപ്പോൾ അത് അത് നമുക്ക് ആവർത്തിക്കാൻ പാടില്ല. അത് ഗൗരവതരമായി നമ്മളത് പരിശോധിച്ച് അതിനുള്ള നടപടികൾ സ്വീകരിക്കും. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ആഭ്യന്തര കുടുംബാംഗങ്ങളെ കാണുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഇങ്ങനത്തെ കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബം മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നാണ് ഇപ്പോൾ ആവശ്യം. ഞാൻ അതെല്ലാം അവരുടെ വികാരം നമ്മൾ ഉൾക്കൊള്ളുന്നു. കുടുംബത്തിൽ നിന്നൊരാളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉണ്ടാവും. അവർക്ക് ആരോട് പ്രതിഷേധിക്കാൻ പറ്റും? അവിടെ നിൽക്കുന്നവരോട് പ്രതിഷേധിക്കാൻ പറ്റില്ലല്ലോ. ഭരണകൂടത്തോടല്ലേ പ്രതിഷേധിക്കാൻ പറ്റുള്ളൂ. അവരുടെ സങ്കടം പങ്കുവയ്ക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ആ അർത്ഥത്തിലാണ് എടുക്കുന്നത്, അല്ലാതെ അവരെ ശത്രുക്കളായിട്ട് കാണുമല്ല. കുടുംബത്തിൽ ഒരാളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ദേഷ്യം വരും, അമർഷം ഉണ്ടാവും, പ്രതിഷേധം ഉണ്ടാവും. അത് ഭരണകൂടത്തോടാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി ഭരണകൂടത്തെ പ്രതിദാനം ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. മുഖ്യമന്ത്രിയല്ലേ വിമർശിക്കേണ്ടത്. ഒരു തെറ്റും ഞാൻ ആ കാര്യത്തിൽ കാണുന്നില്ല. പക്ഷെ അവർ ഓരോ പ്രാവശ്യം വിമർശിക്കുമ്പോഴും അതേ ഉത്തരവാദിത്വത്തോടു കൂടി നമ്മളിത് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ആശ്വാസം ഞങ്ങൾക്കുണ്ട്. എങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്നത്ര. ഇത് പോരാ, അതാണ്, ഇത് പോരാ. ഞങ്ങളെല്ലാം എല്ലാ ദിവസവും 2-3 മണിക്കൂർ ഇടവിട്ട് ഈ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ഷിബു ബേബി ജോൺ ഇക്കാര്യത്തിൽ ആദ്യാവസാനം വലിയ ഇവിടുത്തെ കാര്യം മാത്രമല്ല, ഈ സംസ്ഥാനത്ത് വിഴിഞ്ഞത്തെ കാര്യത്തിലും മുതലപ്പുഴയിലെ കാര്യത്തിലും ഒക്കെ വലിയ താല്പര്യത്തോടു കൂടി ഇടപെടും. ഞങ്ങളിത് നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ വരുത്തേണ്ട അടിസ്ഥാനപരമായി നിങ്ങളിപ്പോൾ ഇവിടെ പറഞ്ഞു ചില കാര്യങ്ങൾ ഗൗരവമുള്ള കാര്യമാണ് പറഞ്ഞത്, അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല മാറ്റം വരുത്തും. വീട്ടായിട്ടും നമുക്ക് പോകാമെന്ന് എല്ലായിടത്തും. ഇപ്പോൾ അവിടെ നമ്മുടെ മന്ത്രി CP ജോൺ പോയി, ശ്രീ ഷിബു ബേബി ജോൺ പോയി, അവിടെ എല്ലാവരും പോയി. നമുക്ക് പോകുന്നതിലൊന്നും ഒരു എന്താ ബുദ്ധിമുട്ട്. ഞാൻ അവരുമായിട്ട് ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. അവർ പറയുകയും ചെയ്തു എൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയാനുള്ള സാഹചര്യം. സ്വാഭാവികമാണ്. അതുകൊണ്ടൊന്നും അവരെ ശത്രുവായിട്ട് കാണാം. മനുഷ്യൻ്റെ വിഷമം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെയൊക്കെയല്ലേ, നമ്മളാണല്ലോ വിമർശിക്കപ്പെടേണ്ടവർ, നമ്മളല്ലേ. നിങ്ങളിതെല്ലാം പഴയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുക. എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാം ഞാൻ ചോദിക്കട്ടെ, എല്ലാ സ്ഥലത്തും ആളുകൾ കാണാതായ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ചെയ്തത് എന്താണെന്നുള്ളത് വിലയിരുത്തും. ഞാനതാണ് പറയുന്നത്. ഒരു കാലത്തും ചെയ്യാത്ത തരത്തിലുള്ള ശ്രദ്ധ ചെലുത്തിയിട്ടാണ് അക്കാര്യത്തിൽ ജില്ലാ ഭരണകൂടവും ജില്ലാ കളക്ടറേയും ഉൾപ്പെടെയുള്ള ആളുകളുടെ ഞാൻ അക്കാര്യത്തിൽ അവർ എല്ലാം പൂർണ്ണമായി ഇതിൽ ഏകീകരിച്ചുകൊണ്ട് ഏകാഗ്രത പുലർത്തിക്കൊണ്ട് അത് ചെയ്തു. പിന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങളുണ്ടാകുമ്പോൾ അവിടെ എത്തിയിൽ ചില നമുക്ക് പറയാം, അതല്ലല്ലോ വേണ്ടത്. ഈ രക്ഷാപ്രവർത്തനത്തിനും അന്വേഷണത്തിനും ഉള്ള ഇതുവരെ ചെയ്യാത്ത തരത്തിൽ ചെയ്തിട്ടുണ്ട്. അത് ഇനി മുതൽ ഇതൊരു അനുഭവമായി മനസ്സിലാക്കിക്കൊണ്ട് അത് ഏറ്റവും കൂടുതൽ മെച്ചപ്പെടുത്തിയിട്ടുള്ളൊരു നല്ല രീതി കൂടി ഉണ്ടാവും. അവരെ അങ്ങനെ നമുക്ക് കളയാൻ പറ്റില്ല. അവർ പൊക്കോട്ടെ, ഇത് സംഭവിക്കും. കടലിൽ പോയാൽ അങ്ങനെ വിടാൻ പറ്റില്ല. നമുക്ക് അവരെ സംരക്ഷിക്കണം, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഗവൺമെൻറ് വലിയ ശ്രദ്ധയോടുകൂടി കാലാവസ്ഥാ പ്രവചനത്തിൻ്റെ കാര്യത്തിൽ കൂടി ഇന്ത്യയിലെ ഏറ്റവും നല്ല കാലാവസ്ഥാ പ്രവചനം നടത്താൻ പറ്റുന്ന ഒരു സംസ്ഥാനമാക്കി കൂടി മാറും. കാലാവസ്ഥാ പ്രവചനം നടത്തുകയും അതോടൊപ്പം അതിൻ്റെ വാർണിംഗ് സിസ്റ്റം കുറേ കൂടി ഡെവലപ്പ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ഇന്ത്യയിലൊരു മോഡലാക്കി കേരളത്തിനെ മാറ്റണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഒന്നും ഉണ്ടായില്ല, ഒരു തയ്യാറെടുപ്പ് ഒന്നും ഉണ്ടായില്ല. ഇനി അത് പറ്റരുത്. ഇത് അറിഞ്ഞുകൊണ്ടല്ലല്ലോ ബജറ്റിൽ ഇത് പ്രഖ്യാപിച്ചു. കാരണം കേരളത്തിൻ്റെ ഒരു മുൻഗണനയാണ് ഈ കാര്യത്തിൽ. ഒരു അപകടമുണ്ട്. അറബിക്കടലിലെ കാലാവസ്ഥ മാറ്റത്തെക്കുറിച്ച് വ്യതിയാനവുമായി ബന്ധപ്പെട്ട് അറബിക്കടൽ വളരെ ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ്. ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തന്നെ ഇന്റർ ഗവൺമെൻറ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് റിപ്പോർട്ട് നിയമസഭയിൽ കൊണ്ടുവന്ന് ചർച്ച ചെയ്താണ്. തീർച്ചയായിട്ടും അത് ചെയ്യും എല്ലാവരും. ഉറപ്പായിട്ട് പരിഷ്കരിക്കും അതെല്ലാം. കാരണം ആ കുടുംബങ്ങളെ സഹായിക്കുകയാണ്. അതിന് വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു പ്രസക്തിയില്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കും ഉടൻ തന്നെ. ഈ കാര്യത്തിൽ തന്നെ അതിൻ്റെ നടപടികളുണ്ടാവും ഉറപ്പായിട്ടും. തീരം കിലോമീറ്ററുകളോളം കടലെടുക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് കാലാവസ്ഥക്കെടുത്ത സമയത്ത്. അതെല്ലാ കാലവും സംഭവിക്കുന്നതാണ്. പക്ഷെ അതിലൊരു പരിഹാരം ഉണ്ടാകുന്നില്ല. കടൽ ഭിത്തി നിർമ്മാണത്തിൽ വലിയ രീതിയിലൊരു അശ്രദ്ധയും അശാസ്ത്രീയതയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ കടൽ ഭിത്തി നിർമ്മാണത്തിൽ നിലവിലിരിക്കുന്ന എല്ലാ പ്രോജക്റ്റുകളും പുതിയ പ്രോജക്റ്റുകളും മുഴുവൻ അനുവദിക്കാൻ വേണ്ടിയുള്ള തീരുമാനമായിട്ടുണ്ട്. എത്ര കോടി രൂപയായാലും. തീരശോഷണം നേരത്തെ പറഞ്ഞ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ അതിഭയങ്കരമായ തീരശോഷണം നടക്കുന്നുണ്ട്. തെക്ക് മുതൽ വടക്കേ അറ്റം വരെ നടക്കുന്നുണ്ട്. ഞാൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ തന്നെ
10-20 ഈ കടലോരങ്ങളിൽ സന്ദർശിച്ചിട്ടുള്ളതാണ്. അപകടകരമായ രീതിയിൽ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്, അപകടകരമായ രീതിയിൽ തീരശോഷണം നടക്കുന്നുണ്ട്. തീരപ്രദേശത്ത് ഇപ്പോൾ നമ്മളൊരു വീട് കാണുമ്പോൾ അടുത്ത മൺസൂണിൽ ചിലപ്പോൾ ആ വീടില്ല, നല്ല സ്ഥിതിയൊക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും